കൂടി സ്വാഗതം. അപ്പൊ എന്റെ അച്ഛയുടെ ബർത്ത്ഡേക്ക് ഒരു മധുരം കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പം ലഡുവാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ പീസ് ആക്കി വെച്ചേക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോഴേ നമ്മള് ലഡു ഉണ്ടാക്കുന്നത് എന്താണ്, എണ്ണയ്ക്കകത്ത് മാവ് ബൂന്തി കണക്ക് ഉണ്ടാക്കിയിട്ടല്ല ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമ്മള് കടലമാവ് ഉണ്ടല്ലോ, 1 കപ്പ് കടലമാവും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം മാവ്. അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ കേട്ടോ. നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി കുട്ട ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഒരു പ്ലേറ്റ് ഇറക്കി വെക്കാം. ആ പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവിയിട്ട് ഈ മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് വേവിച്ച് കാറ്റത്ത് കൊണ്ടുവച്ച് നല്ല ചൂടാറിയതിനു ശേഷത്തെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടതാട്ടെ. ഈ കഷ്ണങ്ങൾ കണ്ടോ, ഈ കഷ്ണം പോലെ മുറിച്ചെടുത്തിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, അത് വരുന്ന കാണാം. നമ്മൾ അതിൻ്റെ കുഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആ മുറിച്ച് വെച്ചത് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് റിവേഴ്സ് ചെയ്ത് വേണം അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അടിച്ചെടുത്തിട്ട് ഒന്ന് പൊടിഞ്ഞാൽ മാത്രം മതി. അങ്ങനെ അരയ്ക്കുന്ന ആ ഒരു രീതിയിലോട്ട് പോകണ്ട, പൊടിഞ്ഞ് കിട്ടണം, അതായിരിക്കണം പരുവം. നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമ്മളെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചസാര പാനിയാക്കി എടുക്കണം. അപ്പം 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏലക്കയും കൂടി ഇട്ടിട്ടാണ് പാനിയാക്കുന്നത്. ഒറ്റനൂൽ പരുവം, അതാണ് പഞ്ചസാര പാനിയുടെ പരുവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കൊരു സൗകര്യത്തിന് വേണ്ടി ആ പാത്രത്തിൽ ഞാൻ ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പാനൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പം എനിക്കിവിടെ ഒരു പാനേ ഉള്ളായിരുന്നു, അത് ഞാൻ നേരത്തെ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടോ. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്, ആ സ്റ്റെപ്പ് ഞാൻ എടുക്കാൻ മറന്നുപോയി. നമ്മളിത് പൊടിച്ച് വെച്ചില്ലായിരുന്നു മിക്സിയുടെ ജാറിൽ നിന്നും. ആ പൊടിച്ച് വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് കുറച്ച് നെയ്യ് ഒഴിക്കണം. ആ നെയ്യ് ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊടി ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ച് വറുത്തെടുക്കണം. അതിന് ശേഷം മാത്രമേ പഞ്ചസാര പാനിക്കകത്തേക്ക് ഇട്ടിട്ട് നമ്മളിതുപോലെ നാക്കി എടുക്കട്ടോ. നല്ല കുറേ നേരം ഇളക്കണം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ മാത്രമേ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ആറാൻ കൊണ്ട് വെച്ച് ഒരു ഇളം ചൂടാകുന്ന സമയത്ത് മാത്രം നമ്മുടെ കൈകളിലേക്ക് അല്പം നെയ്യ് ഒന്ന് തടവി അതിനുശേഷം മാത്രം നമുക്ക് ഇതുപോലെ ഉരുട്ടി എടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് ഇഷ്ടമുള്ള പിസ്തായോ ബദാമോ എന്തോ വേണേലും ചേർക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രുചിയുള്ള അടിപൊളി സോഫ്റ്റ് ലഡുവാണ്. നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം, പുറത്തും സൂക്ഷിക്കാം കേട്ടോ. അപ്പം ഇതാകുമ്പം ഓയിലിയോ അങ്ങനെ ഒന്നുമില്ല, ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. മധുരം പിന്നെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് കുറയ്ക്കുകയും കൂട്ടിയൊക്കെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.